എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുന്നംകുളം വരെ പോവാണ് കേട്ടോ. കുന്നംകുളം അപ്പോൾ നമ്മുടെ KSRTCയിൽ ഓർഡിനറി സർവീസിലാണ് ഞാൻ കൊടകരയിൽ നിന്ന് തൃശ്ശൂർ വരെ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ കുന്നംകുളം വരെ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ നിന്ന് കനാമലയിൽ നിന്ന് 11 മണിയുടെ വണ്ടിക്കാട്ടാ, ഇരിഞ്ഞാലക്കുട വണ്ടിക്കാണ് ഞാൻ കൊടകരയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കനാമലയിൽ നിന്ന് കൊടകര വരെ ഇവിടെ നിന്ന് ഒരാൾക്ക് 15 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കണ്ടക്ടർ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ബസ്സിൽ ആളില്ല എന്ത് ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാല്ലേ, ഇവരുടെയൊക്കെ ഒരവസ്ഥ എന്ത് പറയാനാണ്. അപ്പോൾ ഈ റൂട്ടിൽ റോഡ് വർക്ക് നടക്കുന്നുണ്ട്, ബസ്സുകൾ വളരെ കുറവാണ് ചാലക്കുടി ഭാഗത്തോട്ടും കൊടകര ഭാഗത്തോട്ടൊക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡ് പണി വർക്ക് തീർത്ത് അതിന് ഉപകാരമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ 20 മിനിറ്റ് കൊണ്ട് കൊടകര എത്തിയിട്ടാ. അപ്പോൾ അവിടെ നിന്ന് കൊടകരയിൽ നിന്ന് ആൾക്കാരെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആകെ 2-3 പേരേ ഉള്ളൂ ഇരിഞ്ഞാലക്കുട ഭാഗത്തോട്ട്. എന്ത് പറയാൻ, അവരുടെയൊക്കെ ഒരവസ്ഥ. അവർക്ക് ആളെ കിട്ടിയാലല്ലേ അവർക്കും ജീവിക്കണ്ടേ. അപ്പോൾ ഞാനങ്ങനെ തൃശ്ശൂർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനങ്ങനെ തൃശ്ശൂർ ബസ്സിൽ കയറി. അപ്പോൾ ഓർഡിനറി വണ്ടിയിൽ. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ ഒരു ഓർഡിനറി വണ്ടി കണ്ടായിരുന്നു. പക്ഷേ കൊടകര എത്തിയപ്പോൾ വണ്ടി ഫുള്ളായി. അപ്പോൾ ഞാൻ അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അടുത്ത വണ്ടിയും ഫുള്ളായി, ഈ ഓർഡിനറി സർവീസ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കൊടകരയിൽ നിന്ന് തൃശ്ശൂർ വരെ 28 രൂപയായിട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടിയില്ലേ കൊടകര എത്തിയപ്പോൾ ആൾക്കാർ കുറവായിരുന്നു, ആകെ 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വണ്ടി കൊടകര എത്തി, കൊടകരയിൽ നിന്ന് വണ്ടി ഫുള്ളായി. ഇപ്പം തന്നെ നിൽക്കാൻ ആൾക്കാരായി. അത്ര ഡിമാൻഡാണ് ഈ റൂട്ട്. ഈ ചാലക്കുടി തൃശ്ശൂർ റൂട്ട് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ എറണാകുളം തൃശ്ശൂർ റൂട്ടില്ലേ ഭയങ്കര തിരക്ക് പിടിച്ച റൂട്ടാണ്. കാരണം ഇതിൽ ഈ ഓടുന്ന ബസ്സുകളൊക്കെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഈ ചാലക്കുടി ആലുവ ഓർഡിനറി കയറിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ചാലക്കുടി കഴിഞ്ഞില്ല അപ്പം തന്നെ തിരക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത്ര ഡിമാൻഡുള്ള റൂട്ടാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് ഈ 10 മിനിറ്റ് കൂടുമ്പോൾ ആലുവ വണ്ടിയും എറണാകുളം വണ്ടിയും, പിന്നെ ഇവിടുന്ന് തന്നെ തൃശ്ശൂർ ഓർഡിനറി, തൃശ്ശൂർ ഫാസ്റ്റ് പാസഞ്ചർ, തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റ്, ഇങ്ങനെ പല പല ടൈപ്പുള്ള സർവീസ് വണ്ടികളൊക്കെയാണ് ഈ റൂട്ടിൽ ഓടുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പുതുക്കാട് സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാട്ടാ. പുതുക്കാട് സ്റ്റോപ്പ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ KSRTC മാത്രമേ പറഞ്ഞുള്ളൂ. അതോടൊപ്പം പ്രൈവറ്റ് ബസ്സുകാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ന്യൂസിൽ വിവാദമായ റോബിൻ ബസ്സുകാർ അവർ ഒരു റൂട്ട് എറണാകുളം തൃശ്ശൂർ റൂട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡിമാൻഡുള്ള റൂട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അവിടെ ഈ പുതുക്കാട് U-ടേൺ വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ അതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എനിക്ക് തോന്നണ് ഈ പുതുക്കാട് അതിന് ആമ്പല്ലൂരിൻ്റെ അവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഈ U-ടേൺ തുറന്നു കഴിഞ്ഞാൽ എന്തായാലും തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഈ U-ടേൺ ക്ലോസ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ വേറൊരു തൃശ്ശൂർ ബസ് ഉണ്ട് കേട്ടോ, തൃശ്ശൂർ ഓർഡിനറി ബസ്. അപ്പോൾ നമ്മളങ്ങനെ ആമ്പല്ലൂർ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആമ്പല്ലൂർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ആമ്പല്ലൂരൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇറങ്ങാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ ആമ്പല്ലൂരിൽ നിന്ന് വിട്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ട് മുന്നിൽ തന്നെ വേറൊരു തൃശ്ശൂർ ഓർഡിനറി ബസ് ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല, നമ്മുടെ ഈ ഓർഡിനറി ബസ്സിനില്ലേ എത്ര ഫാസ്റ്റ് ബസ്സാണെന്നറിയോ ഓവർടേക്ക് ചെയ്ത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ പാലിയേറ്റിങ്കര ടോൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പാലിയേറ്റിങ്കര ടോള്. അപ്പോൾ ഈ ഉച്ച സമയം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല ബ്ലോക്കായിരുന്നു.
പക്ഷെ ഇപ്പോൾ അങ്ങനെ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മിനിറ്റ് കൊണ്ട് ഈ ടോള് കടന്ന് ഈ വണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പാലേറ്റിങ്ങര ടോളിൽ വെച്ചൊരു സംഭവം നടന്നത് എന്താണെന്നറിയോ? നമ്മുടെ തൃശ്ശൂർ കളക്ടർ ഈ ടോളിൽ പൈസ മേടിക്കേണ്ട, അടച്ചിടാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഈ റോഡ് പണി കഴിയുന്നവരെ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കേണ്ടെന്ന് ആദ്യം തീരുമാനിച്ച് ഉറപ്പിച്ചാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ തീരുമാനം മരവിപ്പിച്ചപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പാലേറ്റിങ്ങര ടോൾ പ്ലാസ. അപ്പോൾ ഈ റോഡ് പണി കഴിയുന്നവരെങ്കിലും ഇവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? എന്ത് പറയാനാ, ഇവരെ പറഞ്ഞിട്ട് കിട്ടും കാര്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ തൃശ്ശൂർ റൂട്ടിലോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇനി ഒരു 15 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ട് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എത്തും കേട്ടോ. ഞാനപ്പോൾ ശക്തൻ സ്റ്റാൻഡിലായിട്ട് ഇറങ്ങണം. ശക്തനിൽ ഇറങ്ങിയാൽ മാത്രമേ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ കുന്നംകുളത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ഫാസ്റ്റ് പാസ് KSRTC ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത് കുന്നംകുളത്തോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വണ്ടി തൃശ്ശൂർ റൂട്ടിലോട്ട് തിരിഞ്ഞ സമയം മുതൽ ഇപ്പോൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരുമാതിരി സൂപ്പർ ഫാസ്റ്റ് പോകുന്നവരെ പോകുന്നത്. എല്ലാ വണ്ടീനെയും ഓവർടേക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു തൊട്ട് മുന്നേ നമ്മുടെ മറ്റേ തൃശ്ശൂർ ബസ് ഉണ്ടല്ലോ, വേറെ ഓർഡിനറി സർവീസ് അത് മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. പിന്നെ ഇവർക്കും ഒരു ടൈം ഉണ്ടാവുമല്ലോ, തിരിച്ചിത് ചാലക്കുടിക്ക് വരണം. അപ്പോൾ എല്ലാത്തിനും ടൈം ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ഇവർ ലേറ്റ് ആയിട്ടുണ്ടാവും, അതായിരിക്കാം ഇത്ര സ്പീഡിൽ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ തൃശ്ശൂരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ എത്തും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കറിയില്ല അവിടെ നിന്ന് കുന്നംകുളം വണ്ടി കിട്ടുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ അടുത്ത സ്റ്റോപ്പായ ഒല്ലൂരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ ശക്തനിൽ പെട്ടെന്ന് എത്തും. ബ്ലോക്ക് ഉണ്ടായ പണിയാണ്. ഇപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഒല്ലൂരിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു. അപ്പോൾ ഇഷ്ടം പോലെ KSRTC ബസ് ഓപ്പോസിറ്റ് സൈഡിൽ പോകുന്നുണ്ട്. ചാലക്കുടി, ചങ്ങനാശ്ശേരി, എന്തോരം ബസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്ര എറണാകുളം ഈ തൃശ്ശൂർ റൂട്ട് ഭയങ്കര ഡിമാൻഡുള്ള റൂട്ടാണ്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ച്, ഇഷ്ടം പോലെ എറണാകുളം വണ്ടി 10 മിനിറ്റ് കൂടുമ്പോഴാണ് എറണാകുളം വണ്ടി വരുന്നത്. ചിലത് ഈ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി, ചിലത് ഈ മലപ്പുറത്തുനിന്നും പിന്നെ പാലക്കാട് നിന്നൊക്കെ വരുന്ന വണ്ടികൾ, ഇഷ്ടം പോലെ വണ്ടികൾ. അപ്പോൾ പക്ഷേ എന്താണെന്നറിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതിലൊക്കെ സീറ്റ് മൊത്തം ഫുള്ളാണ്. അത്രത്തോളം ഡിമാൻഡാട്ടെ ഈ എറണാകുളം വണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് പ്രൈവറ്റ് ബസ്സിലാണ് ഞാൻ കുന്നംകുളത്തോട്ട് പോകുന്നത്. കാരണം ആ വഴിയിൽ പ്രൈവറ്റ് ബസ്സാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ഈ KSRTC ഒരു ചേഞ്ചൊക്കെ വേണ്ടേ. അപ്പോൾ ഇന്നത്തെ അടുത്ത യാത്ര എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സിലെ യാത്രയാണ്, തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് കുന്നംകുളം വരെ. അപ്പോൾ നോക്കാം ബസ് കിട്ടുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് കുന്നംകുളത്തോട്ട് പോകുന്ന വണ്ടി കിട്ടി. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ കയറിയപ്പോൾ എൻ്റെ പൊന്നോ എന്തോരം ബസ്സുകളാണ്. ഇഷ്ടം പോലെ ബസ്സുകൾ. അതും ഞാനിവിടെ നോക്കണ്ട, എൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കുന്നംകുളം വണ്ടിയാണ് കണ്ട. ഇതേ വരുന്ന വണ്ടി കുന്നംകുളമാണ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ പുറകെ വരുന്ന വണ്ടിയായിരിക്കാം കുന്നംകുളം വണ്ടി. അപ്പോൾ എപ്പോഴാണ് പുറപ്പെടുകയെന്ന് അറിയില്ല. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി പുറപ്പെട്ടു ഇപ്പോൾ കുന്നംകുളം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 1 മണിക്കൂറുണ്ട് കുന്നംകുളത്തോട്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മുടെ ഈ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിനെ ഇഷ്ടം പോലെ സ്ഥലത്തോട്ട് പോകുന്ന കുറേ വണ്ടികളുണ്ട്. കോഴിക്കോട് വണ്ടി, പാലക്കാട് വണ്ടി, മണ്ണാർക്കാട് വണ്ടി, നെല്ലിക്കുന്ന് വണ്ടി, എന്തോരം വണ്ടികളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ കുന്നംകുളം ആ റോട്ടിലോട്ട് കയറിയിരിക്കുക കേട്ടോ.
ഇനിയൊരു 3/4 മണിക്കൂർ കൊണ്ട് വണ്ടി കുന്നംകുളം എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. അപ്പോൾ ഈ വഴി കൂടെ തന്നെ ഗുരുവായൂരും പോവാം. അതുമാത്രമല്ല കേട്ടോ, ഈ ഗുരുവായൂരിൽ നിന്ന് തന്നെ കുറേ ബസ്സുകളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ബസ്, പിന്നെ എങ്ങോട്ടാണ് പാലക്കാട്, പിന്നെ കുന്നംകുളം, അങ്ങനെ ബസ് കണക്ടിവിറ്റി എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ്. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ അമലാനഗർ എത്തിയിരിക്കട്ടെ, അമലാനഗർ. അപ്പോൾ ഞാനത് ആ കണ്ടക്ടർ ഇങ്ങനെ ഒച്ച വിളിക്കുന്നത് കേട്ടിട്ടാ. പിന്നെ അവിടെയൊക്കെ നോക്കിയപ്പോൾ അമലാനഗർ എന്ന് എഴുതിയേക്കുന്നുണ്ട്. അപ്പോൾ ഇത് അമലാനഗർ സ്റ്റോപ്പിലെത്തിയിരിക്കട്ടെ. ബസ്സിൽ അങ്ങനെ അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളാണ്, നിൽക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ ഈ റൂട്ടിൽ KSRTCയെക്കാളും കൂടുതൽ പ്രൈവറ്റ് ബസ്സുകളാണ്. അതും കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂരിലോട്ട് പോകുന്ന ബസ്. പിന്നെ ഏതാ കുറ്റിപ്പുറം, അവിടെ നിന്ന് കുറച്ച് ബസ്സുകൾ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഈ കുന്നംകുളത്ത് നിന്ന് വരുന്ന ബസ്സുകൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓരോ ബസ്സുകൾ വരുന്നത്. അതുമാത്രം അത്യാവശ്യം തിരക്കുണ്ട് എല്ലാ വണ്ടിയിലും. അപ്പോൾ ഈ റൂട്ട് ഭയങ്കര ഡിമാൻഡാന്ന് തോന്നുന്നു. ഓ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കുന്നംകുളം ഭാഗത്തോട്ടൊക്കെ വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് ബസ് പിടിച്ച് കുന്നംകുളം ഭാഗത്തോട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗുരുവായൂർ പാസഞ്ചർ ഇല്ല, എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിൽ കയറി ഗുരുവായൂർ ഇറങ്ങി അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് ഇഷ്ടം പോലെ കുന്നംകുളം വണ്ടി കിട്ടും. കുന്നംകുളം ബോർഡ് വെച്ച വണ്ടിയല്ല, ഈ അതുവഴി പോകുന്ന വണ്ടികൾ, ഇപ്പോൾ പാലക്കാട് വണ്ടി അതൊക്കെ അതിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി കിട്ടും, അങ്ങനെയും വേണമെങ്കിൽ പോവാം. അപ്പോൾ ഞാൻ ഇത്ര 2 ഓപ്ഷൻസായിട്ട് എനിക്കറിയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കുന്നംകുളം ടൗണിലെത്തിയിട്ടാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കുന്നംകുളം സ്റ്റാൻഡുണ്ട്. അപ്പോൾ ഞാൻ കുന്നംകുളം സ്റ്റാൻഡിലായിട്ട് ഇറങ്ങുന്നത്. കുന്നംകുളം ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഒരിത്തിരി പുതിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും കാണാമല്ലോ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം വരെ എനിക്ക് 30 രൂപയായിട്ടായത്, 30 രൂപ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുന്നംകുളം വേണമെങ്കിൽ വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ അങ്ങനെ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ സ്ഥലത്തോട്ട് ബസ്സുകളുണ്ട് കേട്ടോ. പാലക്കാട്, ഷൊർണൂർ, പിന്നെ അങ്ങോട്ടാണ് പട്ടാമ്പി, ഗുരുവായൂർ, തൃശ്ശൂർ ഭാഗത്തോട്ട്, പിന്നെ അതുകൊണ്ട് ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കുന്നംകുളത്തോട്ട് എന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് പാലക്കാടും തൃശ്ശൂരൊക്കെ ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്, KSRTCയും പ്രൈവറ്റും. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ കുന്നംകുളം എത്തി. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ, 1 മണിക്കൂർ 10 മിനിറ്റായി ഇവിടെ എത്തിയപ്പോൾ. കാരണം ഈ ബസ് കുറേ ചുറ്റിയേ വന്ന. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.